കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര എം.എൽ.എ. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഇന്ന് രാവിലെ കണ്ണു തുറന്ന ഉമാ തോമസ് കൈകാലുകൾ അനക്കുകയും ചെയ്തു. മകൻ ഉമാ തോമസിനെ കണ്ടതിനു ശേഷമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് ഉമാ തോമസ്. ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ അറിയിക്കും. ഉമാ തോമസ് കണ്ണു തുറന്നതും കൈകാലുകൾ അനക്കിയതും ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട്. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ ഇന്നലെ വരെ മാറ്റമില്ല എന്നായിരുന്നു മെഡിക്കൽ ബുള്ളറ്റിനിൽ ഉണ്ടായിരുന്നത്. റിനൈ മെഡിസിറ്റിയിലാണ് ഉമാ തോമസ് ചികിത്സയിൽ കഴിയുന്നത്. ഞായറാഴ്ചയാണ് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് ഉമാ തോമസ് താഴേക്ക് വീണത്. 15 അടി ഉയരത്തിൽ നിന്ന് വീണ ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ചികിത്സ പുരോഗമിക്കുന്നത്. ആന്തരിക രക്തസ്രാവം കൂടിയില്ലെങ്കിലും ശ്വാസകോശത്തിലെ ചതവുകൾ കൂടിയിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. തലയിലെ മുറിവിൽ നിന്ന് ധാരാളം രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തലയുടെ പരിക്ക് കൂടുതൽ ഗുരുതരമായിട്ടില്ല. ശ്വാസകോശത്തിനേറ്റ ചതവും അവിടെ രക്തം കെട്ടിക്കിടക്കുന്നതുമാണ് ആശങ്കയുണ്ടാക്കുന്നത്. ശ്വാസകോശത്തിനേറ്റ ചതവ് ഭേദമായാൽ മാത്രമേ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കൂ. ശ്വാസകോശത്തിന് വിശ്രമം നൽകാനാണ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ 12,000 നർത്തകരുടെ മെഗാ ഭരതനാട്യ പരിപാടിക്കിടെയായിരുന്നു ഉമാ തോമസിന് പരിക്കേൽക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കെയാണ് ഉമാ തോമസ് ഗാലറിയിൽ നിന്ന് താഴേക്ക് വീണത്. സംഭവത്തിനു പിന്നാലെ പരിപാടിയുടെ സംഘാടനത്തിലെ പിഴവിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്.